നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 11 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. യുഎസിലെ 3 മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഫ്യൂച്ചർ മാർക്കറ്റുകളും പോസിറ്റീവിലാണ്. എന്നാൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 90 മുതൽ 100 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഇതുകൂടാതെ ചൈനയുടെ സ്റ്റിമുലസ് പാക്കേജ് പുറത്തു വന്നിരിക്കുന്നു. അത് ഇന്ത്യയിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതുകൂടാതെ F&O നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ് CPI ഇൻഫ്ലേഷൻ. എന്നാൽ ഇന്ത്യയിലെ CPI ഇൻഫ്ലേഷൻ ഇനി വീണ്ടും ഉയരാനാണ് സാധ്യതയുള്ളത് എന്നും ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് RBIയുടെ റേറ്റ് കട്ടിനെയും ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഏതായാലും അസറ്റ് ക്ലാസുകളിൽ ഇപ്പോൾ ഫോക്കസിലുള്ളത് ബിറ്റ് കോയിൻ തന്നെയാണ്. ആദ്യമായി $80,000 എന്ന ഒരു മാർക്ക് അത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ 2% ഇടിയുകയുണ്ടായി. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെയും നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ചെറുകിട നിക്ഷേപകരെ സംരക്ഷിക്കാൻ ധാരാളം നടപടികൾ സെബി ഇതിനോടകം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ NSEയുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീരാം കൃഷ്ണൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വളരെ മുഖ്യമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്ക്, അതായത് AIFന് സമാനമായി F&O ട്രേഡിംഗിനായി സെബി അംഗീകൃത നിക്ഷേപ പദവി അവതരിപ്പിക്കാൻ NSE നിർദ്ദേശിച്ചു. ഇവിടെ നിക്ഷേപകർക്ക് കുറഞ്ഞത് 5 കോടി രൂപയും വാർഷിക മൊത്ത മൂല്യം 50 ലക്ഷം രൂപയും ആവശ്യമാണ്. ഇതുകൂടാതെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, അവർക്ക് പ്രോഫിറ്റബിൾ പോർട്ട്ഫോളിയോ ആയിരിക്കണം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും നിബന്ധനകളായിരിക്കും ഇനി വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ ഒരു വാർത്ത ലോങ് ടേമിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഷോർട്ട് ടേമിലേക്ക് F&O ട്രേഡിംഗ് സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയ തന്നെ ആയിരിക്കും എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം ഈ വരുന്ന ചൊവ്വാഴ്ച വരാനിരിക്കുകയാണ്. ഇന്ത്യൻ വിപണിയുടെ ഗതി നിശ്ചയിക്കാൻ പോകുന്നതും ഈ പണപ്പെരുപ്പ ഡാറ്റ തന്നെയായിരിക്കും. ഇപ്പോഴിതാ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം ഒക്ടോബർ മാസത്തിൽ 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.9% എത്തും എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. പച്ചക്കറി, ഭക്ഷ്യ, എണ്ണ വിലകളിൽ ഉണ്ടായ കുത്തനെയുള്ള വർധനവാണ് ഇപ്പോൾ ഈ ഉയർച്ചയ്ക്ക് കാരണമായി ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. സെപ്റ്റംബറിൽ പണപ്പെരുപ്പം 5.49% എന്നാൽ 2023 ഒക്ടോബറിലെ പണപ്പെരുപ്പം 4.87%. 17 സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളുടെ ശരാശരിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ എസ്റ്റിമേറ്റ്. ഈ ഒരു ഡാറ്റയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിരക്ക് കുറയ്ക്കൽ ഇനിയും വൈകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നും പുറത്തു വന്ന Q2 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ മോട്ടോഴ്സ്. ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാം. ടാറ്റ മോട്ടോഴ്സിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 11.2% ഇടിയുകയാണ് ഉണ്ടായത്. 3,343 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 1,01,450 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 11.7% ഇടിവാണ് വന്നിരിക്കുന്നത്. വരുന്ന ടേമിലും ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് കമ്പനി എടുക്കുന്നത്. കൂടാതെ വരുന്ന ക്വാർട്ടറുകളിൽ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടും എന്നും കമ്പനി അഭിപ്രായപ്പെടുന്നു. അടുത്തത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 43.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 964 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.3% ഇടിവ് രേഖപ്പെടുത്തി. എബിറ്റയിൽ 27.8% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഈ പറഞ്ഞ രണ്ട് കമ്പനികളും എസ്റ്റിമേറ്റിന് മിസ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു പുറത്തു കൊണ്ടുവന്നത്. അടുത്തത് ഡിവിസ് ലാബ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 22.5% വർധനവ് രേഖപ്പെടുത്തി. 2,338 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 49.8% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 3.8% ഇടിവാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7,728.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 11.5% ഇടിവ് രേഖപ്പെടുത്തി. 1,20,326 കോടി രൂപയിലാണ് നെറ്റ് പ്രീമിയം ഇൻകം ഉള്ളത്. റിന്യൂവൽ പ്രീമിയത്തിൽ 3.8% വർധനവും നെറ്റ് കമ്മീഷനിൽ 8% ഇടിവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് വേൾപൂൾ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 40.1%
വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 53.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റയിൽ 19% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ഒല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയാണ്. ആദ്യം നമുക്ക് ഇയർ ഓൺ ഇയറിലെ കണക്കിലേക്ക് വന്നാൽ ലോസ് 495 കോടി രൂപയായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 524 കോടി രൂപയായിരുന്നു നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരുന്നത്. ഇനി റവന്യൂവിലും 39% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 1214 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ ലോസും കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ ലോസ് കൂടിയിരിക്കുകയാണ്. 347 കോടി രൂപയിൽ നിന്ന് 495 കോടി രൂപയായിട്ട് നഷ്ടം കൂടിയിട്ടുണ്ട്. റവന്യൂവിലും 26.2% ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ ONGC, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ശ്രീ സിമന്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ആസാദ് എഞ്ചിനീയറിംഗ്, ബജാജ് കൺസ്യൂമർ കെയർ, ബൽറാംപൂർ ചിനി മിൽസ്, BEML, ക്യാമ്പസ് ആക്ടിവെയർ, ദേവയാനി ഇന്റർനാഷണൽ, ഗോഡ്ഫ്രി ഫിലിപ്സ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, NMDC, പരാഗ് മിൽക്ക്, രാംകോ സിമന്റ്, ത്രിവേണി ടർബൈൻസ്, TVS സപ്ലൈ ചെയിൻ, UPL, സൈഡസ് വെൽനസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഗ്രാനുൾസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിവിലേക്ക് പോയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നല്ലൊരു അവസരം കൂടിയാണിത്. അപ്പോൾ സ്റ്റുഡൻസിന് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ITയും PSU ബാങ്കുമാണ് കഴിഞ്ഞ ആഴ്ച പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. മറ്റെല്ലാ ഇൻഡെക്സുകളും കഴിഞ്ഞ ആഴ്ച ഇടിയുകയുണ്ടായി. റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണ് കൂടുതൽ ഇടിവുണ്ടായത്. ട്രെൻഡ്, കോൾ ഇന്ത്യ, ഹിൻഡാൽകോ തുടങ്ങിയവ ടോപ്പ് ലൂസേഴ്സ് ആയി മാറി. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ Q2 റിസൾട്ടുകൾക്ക് ശേഷം SBI 2% ഇടിഞ്ഞു. ട്രെൻഡ് തുടർച്ചയായ 5ാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. ചൈനയുടെ പുതിയ സ്റ്റിമുലസ് പാക്കേജ് പുറത്തു വന്നെങ്കിലും മെറ്റൽ സ്റ്റോക്കുകൾ ഇടിയുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് 2% ഇടിഞ്ഞു. സെയിൽ 4% ഇടിഞ്ഞു. ശക്തമായ Q2 റിസൾട്ടുകൾക്ക് ശേഷം ഇന്ത്യ ഹോട്ടൽസ് 7% നേട്ടവും ഉണ്ടാക്കി. ഇനി നിഫ്റ്റിയിലേക്കാണ്. 24,148-ൽ 51 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിരുന്നു വോളിയം ഉണ്ടായിരുന്നത്. അതും ബിയറിഷ് വോളിയമായിരുന്നു. അതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. വീക്ക്ലിയിലും കഴിഞ്ഞ ആഴ്ചത്തെ ബിയറിഷ് വോളിയം ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലാണ്. ഡെയിലി ക്യാൻഡിലും വീക്ക്ലി ക്യാൻഡിലും ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇപ്പോഴും നിഫ്റ്റി അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 24,000 ആണ്. 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അതിനുശേഷം 24,000 മുതൽ 23,900 വരെയുള്ളത് ഡൗൺ സൈഡിൽ പ്രത്യേകം ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതാണ്. 23,800 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ബിയറിഷ്നെസ് വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക. അപ്സൈഡിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ലെവൽ 24,340 ആണ്. അതിനുശേഷം അപ്സൈഡിലെ ആ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 ആണ്. അതിനുശേഷം 24,200 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,200 ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,561-ൽ 355 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട 52,594 എന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാനൽ പാറ്റേണിന്റെ ഈ ഒരു ലോവർ എൻഡിൽ ഈ ഒരു സപ്പോർട്ടുള്ള ആ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ 50,500 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500 ആണ്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 ആണ്. അതിനുശേഷം 50,800 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്
52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഇടിഞ്ഞു. 14.47-ൽ 3.15% ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDE ആക്ടിവിറ്റിയാണ്. FIS 3,404 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്യുന്നത്. DIS ആവട്ടെ 1,748 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ DISന്റെ ബൈയിങ് അവർ വളരെയേറെ കുറച്ചിട്ടുണ്ട്. എന്നാൽ FISന്റെ സെല്ലിംഗ് പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും FIS ബൈയിങ് കുറയ്ക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച വീണ്ടും US മാർക്കറ്റുകൾ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ശേഷം US മാർക്കറ്റുകൾ ശക്തമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. വെള്ളിയാഴ്ച ഡൗ ജോൺസ് 0.59% ഉയർന്നു. S&P 500 0.38% ഉയർന്നത്. നാസ്ഡാക്ക് 0.09% നേട്ടവും ഉണ്ടാക്കി. S&P 500-ഉം ഡൗ ജോൺസും 2023 നവംബറിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു വീക്ക്ലി ഗെയിനാണ് ഈ ആഴ്ച നേടിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം താഴ്ന്ന കോർപ്പറേറ്റ് നികുതികൾക്കായുള്ള പ്രതീക്ഷകളും നിയന്ത്രണങ്ങൾ നീക്കിയതും നാസ്ഡാക്കിനെ തുടർച്ചയായ മൂന്നാമത്തെ സെഷനിലും റെക്കോർഡ് ക്ലോസിംഗിലേക്ക് നയിക്കുകയും ചെയ്തു. S&P 500 അതിന്റെ 50ാമത്തെ റെക്കോർഡ് ക്ലോസിംഗ് ആണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.46% നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.74% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.60% ഇടിവാണ് ഉണ്ടാക്കിയത്. HDFC ബാങ്ക് 0.53% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.15% നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.14% നേട്ടത്തിൽ, S&P 500 0.22% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.84% ഇടിവാണ് ഉണ്ടാക്കിയത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.76% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.17% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.66% ഇടിഞ്ഞു. മൈനിങ് സ്റ്റോക്കുകളാണ് ഇടിവിൽ മുന്നിൽ നിന്നത്. 4.2% ഇടിഞ്ഞു. ട്രാവൽ ലിഷർ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി 0.8% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.39% നേട്ടത്തിലാണ്. CAC 0.42% നേട്ടത്തിലും FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,124 എന്ന നിലയിലാണ്. 74 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 90 മുതൽ 100 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.09% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 1.03% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് US ഗൾഫ് ഓഫ് മെക്സിക്കോയിലെ ചുഴലിക്കാറ്റിൽ നിന്നുള്ള ദീർഘകാല വിതരണ തടസ്സങ്ങളെക്കുറിച്ച് വ്യാപാരികൾ ഭയപ്പെടുന്നതിനാൽ വെള്ളിയാഴ്ച എണ്ണവില ഏകദേശം 2% ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $74.12 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.14% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $70.31 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.